ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഇൻ്റർനാഷണൽ ലെവലിൽ മമ്മൂക്കയ്ക്ക് പ്രിയം ഏറുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഇന്ന് OTT ഏറെ ശക്തമായതോടുകൂടി തന്നെ മലയാള സിനിമകൾ അന്യ ദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തെത്തുന്നത് സർവ്വസാധാരണമായി. അതിനകത്തിൽ തന്നെ ഏറ്റവും ആ സിനിമകൾക്ക് ഗുണം ചെയ്യുന്നത്, അല്ലെങ്കിൽ OTT കൊണ്ട് ഏറ്റവും ഗുണം ചെയ്ത വ്യക്തി എന്ന് പറയാൻ മലയാളത്തിൽ നിന്നുള്ള മമ്മൂക്ക തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് തന്നെ പറയാം. പഴയ സിനിമകൾ ഉൾപ്പെടെ ഇപ്പോൾ പുതിയതായി ഇറങ്ങുന്ന സിനിമകളും കാണുമ്പോൾ അവർക്കൊക്കെ അത്ഭുതം തോന്നുകയാണ്. ഇത്ര മികച്ച നടനാര്? പല രാജ്യങ്ങളിലും മമ്മൂട്ടിയെന്നോ മലയാളം എന്നുള്ള പേര് പോലും അറിയാത്ത സ്ഥലങ്ങളിൽ ഈ ഒരു നടൻ വലിയ രീതിയിൽ ആഘോഷമായി മാറുകയാണ്. ഇപ്പോൾ ഭ്രമയുഗം എന്ന ചിത്രം ഇൻ്റർനാഷണൽ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ ആ ഒരു കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ്. അവർക്കെല്ലാം പ്രിയങ്കരനായ താരമായി മാറുന്നു മമ്മൂട്ടി എന്ന് തന്നെ പറയാം. അഭിനയത്തിൽ ഇത്രത്തോളം മികവ് പുലർത്തുന്ന ഒരു മനുഷ്യനെ അവർ വീണ്ടും കണ്ടുമുട്ടുകയാണ്. പണ്ടൊക്കെ ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രം കണ്ടിരുന്ന മികച്ച നടന്മാർ എന്ന് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നിടത്ത് അതിന് മുകളിൽ നിൽക്കുന്ന പ്രകടനവുമായി അവർക്ക് മമ്മൂട്ടിയിൽ നിന്ന് കാണാൻ കഴിയുന്നു. ഇന്ന് ആ ഒരു സിനിമയാണ് ഹൈലൈറ്റായി നിൽക്കുന്നത്. ഇന്ന് പല ഇംഗ്ലീഷ് പ്രമുഖ ചാനലുകാരും യൂട്യൂബ് ചാനലുകാരും അതേപോലെ സാധാരണ ആളുകളുമെല്ലാം മമ്മൂട്ടിയുടെ പ്രകടനത്തെ വിലയിരുത്തുകയാണ്. അതിഗംഭീരമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കഴിഞ്ഞ 3-4 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന 10-15 സിനിമകൾ അവർ വാച്ച് ചെയ്യുമ്പോൾ എല്ലാത്തിലും ഡിഫറൻറ്റ് രീതിയിലുള്ള അഭിനയവും ഒന്നിനൊന്നിന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളും ശൈലികളും കൈകാര്യം ചെയ്യുന്ന മമ്മൂട്ടി അവർക്ക് ഒരു അത്ഭുത പുരുഷനായി മാറുകയാണ്. ഇവിടെ ഭ്രമയുഗം എന്ന സിനിമ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമുക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് കേട്ട, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട വാർത്തയാണ് ലണ്ടൻ സ്കൂളിൽ ഈ ഒരു സിനിമ പഠന വിഷയമാക്കുന്നു എന്നുള്ളത്. അതിന് മുകളിലേക്ക് എത്തുന്നു. സാധാരണക്കാരുടെ ഇടയിൽ ഭ്രമയുഗം തരംഗമാകുമ്പോൾ ഇംഗ്ലീഷ് പ്രേക്ഷകർക്ക് മുന്നിൽ ഈ ഒരു സിനിമ ഇന്ന് ഒരു വലിയ വിരുന്നായി മാറുകയാണ്. ഒരുപാട് പേർ ഈ സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ സിനിമ കേട്ട് കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്തിലൊക്കെ ആ ഒരു പ്രകടനം, പ്രത്യേകിച്ച് ആ സിനിമയെക്കുറിച്ചുമുള്ള വാക്കുകൾ വാചാലമാകുന്നു എന്ന് തന്നെ പറയാം. ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് സിനിമകളിലെ നായകന്മാരെയും അല്ലെങ്കിൽ അവിടുത്തെ പ്രമുഖ നടന്മാരെയും മലയാളം പോലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകൾ അനുകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരിച്ച് അവർ അനുകരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടനായി മാറുന്നു മമ്മൂട്ടി എന്ന് തന്നെ പറയാം. ഹോളിവുഡിൽ നിന്ന് മമ്മൂട്ടിക്കൊരു സിനിമ വരാനുള്ള ചാൻസുകൾ ഏറെയാണ് എന്നുള്ളത് നേരത്തെ തൊട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള ആ ഒരു പ്രസ്റ്റീജ്, അല്ലെങ്കിൽ ആളുകൾക്കിടയിലുള്ള ആ ഒരു ഗംഭീര അഭിപ്രായം മാനിച്ച് ഹോളിവുഡിൽ മമ്മൂക്ക എത്തുമോ എന്നുള്ള ചോദ്യമാണ്. അതിനുള്ള സാധ്യതകളൊന്നും തന്നെ ഇപ്പോൾ നമ്മുടെ മുന്നിലില്ലെങ്കിലും ഇന്ന് ജനങ്ങൾക്ക് പ്രിയങ്കരമാകുന്നു. ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിലുള്ള ഒരു നായകൻ മലയാളം എന്ന കുഞ്ഞൻ ഇൻഡസ്ട്രിയിൽ വരാമെങ്കിൽ ഈ ഒരു കുഞ്ഞൻ ഇൻഡസ്ട്രിയിൽ നിന്ന് അതിഗംഭീരമായിട്ടുള്ള ഇൻഡസ്ട്രിയിലേക്ക് മമ്മൂക്ക ചെല്ലാനും വലിയ പാടൊന്നുമില്ല. ചില നടന്മാരൊക്കെ സൗത്ത് ഇന്ത്യയിൽ നിന്നും മലയാളത്തിൽ നിന്നുമൊക്കെ ഇംഗ്ലീഷ് മൂവികളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മമ്മൂക്ക എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ അതൊരു നായക വേഷത്തിലോ, അതായത് ഇന്ത്യൻ മെയ്ഡ് അല്ലെങ്കിൽ ഇന്ത്യൻ രീതിയിലുള്ള ഒരു ഹോളിവുഡ് മൂവിയിലോ അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിലുള്ള കഥാപാത്രമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും ഒരു മോഹമായിട്ട് തന്നെ പറയുന്നുവെങ്കിലും അത് വലിയ ദൂരമില്ലാത്ത ഒരു യാത്രയുടെ തുടക്കവുമാണ് എന്ന് തന്നെ പറയാം. കാരണം അത്രത്തോളം ആരാധകരാണ് ഇന്ന് ഭ്രമയുഗം, പുഴു തുടങ്ങിയ സിനിമകൾ കാണുമ്പോൾ മമ്മൂട്ടിക്ക് ഇൻ്റർനാഷണൽ ലെവലിലെത്തുന്നത്. അതായത് ഇങ്ങനെയുള്ള സിനിമകൾ ഒരിക്കലും കണ്ടിട്ട് പോലുമില്ലാത്ത ജനങ്ങൾ ഈ സിനിമ ആരാധകരായി മാറുന്നു. പ്രത്യേകിച്ച് മമ്മൂട്ടി എന്ന നടനെക്കുറിച്ച് അവർ വലിയ രീതിയിൽ സ്റ്റഡി ചെയ്യുന്നു. വടക്കൻ വീരഗാഥ പോലെയുള്ള സിനിമകൾ അവർ കണ്ടിട്ട് നാച്ചുറൽ എന്ന് അവർ വിശേഷിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ പറഞ്ഞ പോലെ ഒരു ഹോളിവുഡ് മൂവി മമ്മൂക്കയിൽ നിന്ന് ഉരിയാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. മമ്മൂക്ക മനസ്സ് വെച്ചാൽ തീർച്ചയായും ഒരു ഇംഗ്ലീഷ് മൂവി, അതായത് പക്ക ഹോളിവുഡ് മൂവിയിൽ അദ്ദേഹം എത്തും എന്ന് തന്നെ പറയാം. കാത്തിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.